ഹമാസിനെ തീർക്കുന്ന കാര്യത്തിൽ നെതന്യാഹുവിനേക്കാൾ വലിയ വാശിയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റ് രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഗാലൻറ്റ് പറയുന്നു, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ഗസ കഴിഞ്ഞിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് കയറിയ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഉന്മൂലനം ചെയ്യണം. അത് ഏതു പേരിൽ, ഹമാസ് എന്നല്ല, മറ്റു പല സുർ, അൽഷാം, ഫറ, ജനിൻ എന്നൊക്കെ പല പേരിൽ സംഘടനകളുണ്ട്. ഇവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യണം. വേണമെങ്കിൽ വിമാനങ്ങൾ ഉപയോഗിക്കണം. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്, കൊന്നുകളയണം, കീഴടങ്ങിയില്ലെങ്കിൽ കൊന്നുകളയണം എന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് യോവ് ഗാലൻറ്റ് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് കയറി. വെസ്റ്റ് ബാങ്കിൽ ഫത്ത ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹമാസുകാർ അങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ സേന അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഇൻറ്റേർണൽ ക്ലാഷ് ഉണ്ടെന്നൊരു സംശയം. നെതന്യാഹുവും ഈ ഗലാൻറ്റും തമ്മിൽ നല്ല ബന്ധമല്ല, പ്രതിരോധ മന്ത്രിയായിട്ട് നല്ല ബന്ധമല്ല എന്ന് പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് നെതന്യാഹുവിനേക്കാൾ തീവ്രമായ ആക്രമണ സന്ദേശവും ഉത്തരവും കൊടുത്തുകൊണ്ട് ഗലാൻറ്റ് രംഗത്ത് വരുന്നത്. അപ്പോൾ AFP ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കണ്ടു. അതായത് അവിടെ സാധാരണ വലിയ തിരക്ക്, വളരെ സമാധാനമാണ് വെസ്റ്റ് ബാങ്കിൽ. അവിടെ ആക്രമണമൊന്നുമില്ല. അവിടെ തെരുവുകളൊക്കെ സജീവമായിരുന്നു, ആളുകളൊക്കെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് തെരുവുകളെല്ലാം വിജനമാണ്. ഇസ്രായേലിൻ്റെ ബോംബർ ഫ്ലൈറ്റ് വരുന്നു. റോഡുകളിൽ മുഴുവൻ മിലിറ്ററിയുടെ ബുൾഡോസറുകൾ വരികയാണ് ഇസ്രായേൽ പട്ടാളം. എന്നിട്ട് കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ്, വെസ്റ്റ് ബാങ്ക് കീഴടക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ശ്രമമാണോ, അതോ നെതന്യാഹുവിനെ കീഴടക്കി ലീഡർഷിപ്പിലേക്ക് വരിക എന്ന ഒരു തന്ത്രം ഈ യുദ്ധത്തിനിടയ്ക്ക് യോവ് ഗാലൻറ്റ് സ്വീകരിക്കുന്നുണ്ടോ? യോവ് ഗാലൻറ്റ് ഇപ്പോഴാണ് ഇത്രയും കർക്കശമായിട്ട് കടുപ്പിച്ച് പറയുന്നത്. ആദ്യം പുള്ളി കുറച്ച് മൈൽഡായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് പ്രോബ്ലി ബിക്കോസ് ഓഫ് ഫ്രസ്ട്രേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസ് ഫയറിന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിൻവാർ വന്നതിന് ശേഷം, സിൻവാർ ഒരു തരത്തിലൊരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റിയുള്ള ആളല്ല. അദ്ദേഹം ഇങ്ങനെ രക്തസാക്ഷിത്വം സ്വപ്നം കണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ ജയിലിൽ 10-22 വർഷം കടന്നു. അതിനിടയ്ക്ക് അവിടെ വെച്ച് അദ്ദേഹത്തിന് തലയിൽ ട്യൂമറൊക്കെ വന്നു. ട്യൂമറിൻ്റെ ചികിത്സയൊക്കെ നടത്തി. ട്യൂമറിൻ്റെ ഇപ്പോഴും ചെറിയ ലക്ഷണങ്ങളുണ്ടോ എന്ന് സംശയം ഉള്ള. അതിനിടയ്ക്ക് അമേരിക്കയിലെ ഫെഡറൽ കോടതി പ്രോസിക്യൂട്ടർ ഇയാൾ സിൻവറിനെതിരെ ചാർജ് ഷീറ്റ് എടുത്തു. സിൻവറും അവരുടെ ആ ലീഡർഷിപ്പിലുള്ള കുറച്ച് പേർ കൊടുത്തിട്ടുണ്ട്. ആ ചാർജ് ഷീറ്റിലുള്ള പലരും ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ കുറ്റപത്രം കൂടെ കൊടുക്കുമ്പോൾ സിൻവർ ഈസ് ടു ബി കിൽഡ് എന്നാണ്, കൊല്ലപ്പെടണം എന്നുള്ളത് വീണ്ടും അഫൈം ചെയ്യുകയാണ് അമേരിക്ക. ഒന്നുകൂടി അഫൈം ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻവർ ഒന്നിനൊന്നിനും അടുക്കാത്ത കണ്ടീഷനിലാണ് പോകുന്നത്. ഒരു സീസ് ഫയറിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ അതിലൊന്നും സഹകരിക്കാത്ത രീതിയിൽ എപ്പോഴും ഈ രക്തസാക്ഷി, അതാണ് അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന ഒരു ഐഡിയ. അപ്പോൾ അത് വെസ്റ്റ് ബാങ്കിൽ വന്നിട്ട് ഇപ്പോൾ അവിടെയുള്ള പല സ്ഥലങ്ങളിലും അവിടേക്ക് ഹമാസ് അല്ല, യോവ് ഗാലൻറ്റ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് വന്നിട്ട് വേണ്ടി വന്നാൽ എയർ സ്ട്രൈക്ക് നടത്തിയും വെസ്റ്റ് ബാങ്കിൽ എയർ സ്ട്രൈക്ക് നടത്താൻ പറയുകയാണ്. അതെ. കാരണം അല്ലാത്ത പക്ഷം ഈ ഗ്രൗണ്ട് ആക്ഷൻ മാത്രമാണെങ്കിൽ സംഭവിക്കുന്നത് കുറേ സോൾജേഴ്സ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മോളിൽ നിന്നിട്ട് അവരുടെ വഴിക്ക് പോയി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും. അങ്ങനെ ഉള്ള കാര്യത്തിൽ ഇസ്രായേലിന് പൊതുവിൽ താല്പര്യമില്ല. കാരണം പണ്ടൊക്കെ ഹമാസിനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബിൽഡിങ്ങിൽ ലഘുലകളൊക്കെ ഇട്ടേക്കുന്ന സ്ഥലം ഒഴിഞ്ഞു പോയിക്കൊന്നും പറഞ്ഞ് എല്ലാവർക്കും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടംപോലെ സമയം കൊടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്യാറുള്ളൂ. അതാണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. പക്ഷേ ഇപ്പോൾ ഇവർക്കാണെങ്കിലും ഈ സീസ് ഫയറിൻ്റെ കാര്യത്തിൽ മറ്റവർ തീരെ അടുക്കാത്ത രീതിയിൽ ഈ സിൻവർ സംസാരിക്കും. സിൻവറിൻ്റെ ഒപ്പീനിയൻ അവിടുത്തെ മജോറിറ്റിയുടെ ഒപ്പീനിയൻ ആണോ എന്ന് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വലിയ കട്ടായമായിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ സിൻവറുമായിട്ടൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലും കൂടി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടിയായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഇത് ഇവർ ടെററിസ്റ്റിനെ ആദ്യം തന്നെ ജൂദയ ആൻഡ് സമരിയ അവിടെയാണ് ക്ലീൻ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പല ടെററിസ്റ്റും പല ഏരിയാസിലുണ്ട്. നൂറൽ ഷംസ്, തുൽക്കറം, ഫറ, ജനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അടി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു ലോൺ ഉണ്ടെങ്കിൽ ലോണിൽ ആദ്യം തന്നെ അതിൻ്റെ പുല്ല് ആണ് വെട്ടിക്കളയുന്നത്. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടയോടുകൂടി പറിച്ചു മാറ്റണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട. ജനീനിലാണ് ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയത്. അതെ, ജനീനിൽ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ എയർഫോഴ്സിനെ അങ്ങ് ഉപയോഗിച്ചോ, പട്ടാളക്കാരെ വിട്ട് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ അപകടത്തിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല സോൾജേഴ്സിന്. പിന്നെ അത് മാത്രമല്ല, ഈ എന്തെങ്കിലും ഒരു സീസ് ഫയറിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇദ്ദേഹം പറയുന്നതെല്ലാം, അതായത് നെതന്യാഹു പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് സിൻവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു
ഒപ്പോസിഷൻ ഫോർ ദി സേക്ക് ഓഫ് ഒപ്പോസിഷൻ പോലെയാണ്. അത് എന്ത് പറഞ്ഞാലും ഒപ്പോസ് ചെയ്യാന്നുള്ളൊരു ലൈനാണ്. അപ്പോൾ നെതന്യാഹു പറയുന്നത് ഇവിടെ ആൾക്കാർ മരിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷനിൽ ദിസ് ഈസ് ദി ലോവസ്റ്റ്. അദ്ദേഹം പറയുന്നത് ഇതാണ്, ദി ലോവസ്റ്റ് റേഷ്യോ ഓഫ് കോമ്പറ്റൻസ് ടു നോൺ കോമ്പറ്റൻസ് ഇൻ മോഡേൺ അർബൻ വാർഫെയർ. ഇപ്പോൾ ആൾക്കാർ പോയിട്ട് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒളിക്കുന്ന, അല്ലെങ്കിൽ ആസ്പത്രിയുടെ കീഴിൽ ഒളിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളിൻ്റെ കീഴിൽ ഒളിക്കുന്ന ഒരു സൂത്രം കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയായാലും ഇന്നസെൻറ്റ് പീപ്പിൾ കൊല്ലപ്പെടും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ April 27 ആൻ്റണി ബ്ലിങ്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു. ഇസ്രായേൽ വളരെ ജനറസ് ആയിട്ടൊരു ഓഫർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന് ഈ ഹോസ്റ്റേജ് ഡീലിന് തയ്യാറാകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ May 31 വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഇസ്രായേൽ എഗ്രി ടു US ബാക്ക്ഡ് പ്രപ്പോസൽ ഫോർ സിസ് ഫയർ. അപ്പോഴും ഹമാസ് അത് ശ്രദ്ധിച്ചില്ല. പിന്നെ August 16 വീണ്ടും ഒരു ഫൈനൽ ബ്രിഡ്ജിങ് പ്രപ്പോസൽ എന്ന് പറഞ്ഞൊരെണ്ണം വെച്ച് അമേരിക്ക. അതിനും ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷേ ഹമാസ് അപ്പോഴും തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് August 19 അതേപോലെ August 28 അമേരിക്ക ഇങ്ങനെ പറഞ്ഞു, ഇവർ ഞങ്ങൾ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഇസ്രായേൽ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കണത്, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇവർ നേതാക്കൾ ഈ ടണലിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്, അവരിതിനൊന്നും പ്രത്യേകിച്ചൊരു റിയാക്ഷനില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെതന്യാഹു ഈസ് നോട്ട് ഡൂയിങ് ഇനഫ് ഫോർ എ സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞ് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്രിറ്റിസിസം വരാൻ എന്താ ന്യായമുള്ളത്? വാട്ട് ഹാസ് ചേഞ്ച്ഡ് ഇൻ ദീസ് ഡേയ്സ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ 5-6 ദിവസമായിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് നെതന്യാഹു ഇനഫായിട്ട് ചെയ്യുന്നത്. എന്താ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്? ആകെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഹോസ്റ്റേജസിനെ പിടിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ അവർ കഴുത്തിൻ്റെ പിന്നിൽ നിന്നും വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇത് കണ്ടിട്ടാണോ നമ്മൾ മനസ്സ് മാറ്റേണ്ടത്? അവർ നമ്മളങ്ങോട്ട് മര്യാദ പറയുമ്പോൾ അതനുസരിച്ച് അവർ മര്യാദ പറയുകയാണെങ്കിൽ ദെയർ വിൽ ബി എ സിസ് ഫയർ. പക്ഷേ ഇങ്ങനെ കഴുത്തിൻ്റെ പിന്നിൽ നിന്നും വെടിവെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയാണോ സിസ് ഫയർ വരുന്നത്? അപ്പോൾ ഇപ്പം നെതന്യാഹു സിസ് ഫയറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ദിവസമായിട്ടാണ് ഈ ടോക്ക് ആരംഭിച്ചത്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരം ആരംഭിച്ചത്. സംസാരത്തിന് തൊട്ട് മുമ്പ് സംഭവിച്ചത് ഇതാണ്, ഹോസ്റ്റേജസിനെ അവർ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഹോസ്റ്റേജസിനെ ഇങ്ങനെ തട്ടുന്നത് ഇന്നസെൻറ്റ് പീപ്പിളിനെ കൊന്നുകളയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ ലോകം കാണുന്നത് ഇതിനെ എന്നാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈയിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും പർട്ടിക്കുലർ പോക്കറ്റ്സിൽ നിന്ന് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നല്ല കർക്കശമായിട്ടുള്ള ആക്ഷൻ അവിടെ അല്ല. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ബാങ്കിലെ ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ ഹമാസിൻ്റെ കീഴിലല്ല, ഫത്തയുടെ കീഴിലായിരുന്നു. അവിടെ സമാധാനത്തോടെ കഴിയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗസയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ ഹമാസ് തീവ്രവാദി മുഴുവൻ വെസ്റ്റ് ബാങ്കിലേക്ക് കയറി അവിടെ അവർ ഒളിച്ചിരിക്കുക. അവിടെ ഒളിച്ചിരിക്കുമ്പം സ്വാഭാവികമായും ഇസ്രായേലിന് അവരെ ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിരപരാധികളായ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ച വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കും മരണം വാങ്ങിക്കൊടുക്കുകയാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത്. അത് തന്നെയാണ് മറ്റേ ഗാസയിലും സംഭവിച്ചിരുന്നത്. വാസ്തവത്തിൽ ഗസയിൽ പിന്നെ ഹമാസിനെ അവിടെ എലക്ട് ചെയ്ത ജനങ്ങളുണ്ടെന്ന് പറയാം. എലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിലൊക്കെ ഇടിച്ചു കയറി ബാക്കി എല്ലാവരെയും നിശബ്ദരാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ ഇവർക്ക് വെപ്പൺസ് ഉണ്ട്. ഇവർ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പുകളെ അടിച്ചു നിർത്താനൊക്കെ എളുപ്പമാണ്. അങ്ങനെ 2000 ഇവർ ശരിയാണ് ഇലക്ഷനിലൂടെയാണ് വന്നത്. ഈ 2006 ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ എത്ര ഇലക്ഷൻ നടന്നു? പിന്നെ ഇലക്ഷനില്ല. അവർ വന്നാൽ പിന്നെ ഇലക്ഷനില്ല. അവർ വരുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ആയതുകൊണ്ട് അവർ ബാക്കിയുള്ളവരെയൊക്കെ നേതാക്കളെ തന്നെ കുറേ പേരെ കൊന്നുകളഞ്ഞ് അവർ അധികാരത്തിൽ വരും. അധികാരത്തിൽ അവർ വൺസ് തേക്കാം പിന്നെ പോവില്ല. അതാണ് അവിടുത്തെ ഫത്തയുടെ ആളുകളെ ഇവർ കൊന്നിട്ടുണ്ട്. ഫത്തയുടെ ആൾക്കാരെയും കൊന്നിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഏതായാലും ഫത്ത ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് ഇപ്പോൾ യുദ്ധവും മരണവും കൊണ്ടുവന്നത് ഹമാസാണ്. അത് തന്നെയല്ല ഇപ്പോൾ ഫത്ത ഈ മറ്റേ ഗാസയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലം ബംഗ്ലാദേശ് ഭരിച്ച ആളാണ് ഷെയ്ഖ് ഹസീന പണ്ട് അവിടെ ഭരിച്ചിരുന്നാണ്. അവരുടെ അവിടുത്തെ ഫാദർ ഓഫ് ദി നേഷനൊക്കെ ആയിരുന്നു പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് അൽഫത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. എല്ലാവരുടെയും അവരുടെ വെപ്പണുണ്ട്. അവരുടെ ആൾക്കാരെല്ലാവരും കൂടി തടിച്ചുകൂടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗസയിൽ പോകാൻ പറ്റും ഇപ്പം. ഗസയിൽ ഇപ്പം പക്ഷേ അവർ ഒരു ഒന്നിലും ഇല്ലാതെ അവരുടെ കാര്യം നോക്കിയാണ് വെസ്റ്റ് ബാങ്ക് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഫത്തയുടെ ഭരണത്തിൽ അവർ ഇസ്രായേലിനുള്ള എതിർപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനമൊന്നും പ്രത്യക്ഷത്തിൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം യുദ്ധം അവരുടെ മുറ്റത്തേക്കും വന്നിരിക്കുക. അവരുടെ മുറ്റത്തേക്ക് അത് കുറേ പേര് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും വെസ്റ്റ് ബാങ്കിന് സ്വന്തം ആർമി ഒന്നും ഇല്ലേ?
വെസ്റ്റ് ബാങ്കിന് അങ്ങനെ സ്വന്തം വലിയ കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. അത് തന്നെയല്ല അവരുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പീസ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ പോലെ ഇങ്ങനെ അത്രയും വയലൻ്റ് അല്ല. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഓടിപ്പോകുന്ന എങ്ങനെയാണ്, മറ്റവരുടെ കയ്യിൽ വെപ്പണുണ്ട്, അവരെല്ലാവരും കൂടി ആക്രമണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷനിൽ തോപ്പിച്ചിട്ടില്ലല്ലോ അവിടെ. അതെ അതെ 2006 ഹമാസ് അവിടെ ഗാസയിൽ അധികാരത്തിൽ വന്നു, പിന്നെ നോ ഇലക്ഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 ഇയേഴ്സിൻ്റെ അടുത്തേക്ക്. പക്ഷേ എനിക്ക് ഫത്തയ്ക്കുള്ളിൽ സന്തോഷമായിരിക്കും. കാരണം ഹമാസ് അവിടെ കയറി, അവരുടെ ലാൻഡിൽ കയറി, അവിടെ സ്റ്റേഷനാക്കിയാൽ പിന്നീട് ഫത്തയ്ക്ക് ഭീഷണിയാണ്. അപ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഫത്തയുടെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഫത്തയ്ക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഫത്ത അടുത്ത നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഫത്ത ഈ ഇസ്രയേൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ആക്രമണത്തെ കാര്യമായി അപലപിച്ചിട്ടില്ല, പ്രതിഷേധിക്കുന്നുമില്ല. കുറച്ച് പേരൊക്കെ മരിച്ചു, 40 പേര് മരിച്ചു, 140 പേർക്ക് പരിക്കുണ്ടെന്നൊക്കെ അവർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതല്ലാതെ ഞങ്ങളുടെ ടെറിട്ടറിയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച ഈ ഇസ്രയേലിൻ്റെ നടപടി ശരിയാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതായി ഇൻ്റർനാഷണൽ മീഡിയയിലൊന്നും കാണുന്നില്ല. പിന്നെ അവർ പൊതുവിൽ ഇപ്പോൾ ഈ ഇസ്രായേൽ ഇത്രയും ടഫാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത വേറെ ഒരു മാർഗം കൊണ്ടും ഒരു സീസ് ഫയറിൻ്റെ അടുത്തേക്കൊന്നും പറ്റുന്നില്ല. നല്ല പ്രഷർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റീതിങ്കിങ് വരുള്ളൂ. അതുകൊണ്ട് ദേ ആർ ട്രൈങ് ടു എക്സർട്ട് ആസ് മച്ച് പ്രഷർ ആസ് പോസിബിൾ. അതാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഗസ കഴിഞ്ഞിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കയറിയതിൻ്റെ അർത്ഥം ഗസ ഓൾമോസ്റ്റ് സാനിറ്റൈസ് ചെയ്തു എന്ന് തന്നെയാണ്. ഗസ ഒരു ഇതൊക്കെ റെഡിയാക്കി തീർത്തു. പിന്നെ കുറേ പേര് ഈ ടണലിൽ ഒളിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ കുറച്ച് നേതാക്കളായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ ആരുമില്ല. അത് തന്നെ. അതിപ്പോൾ നമ്മൾ യുദ്ധം എന്ന് പറയണമെങ്കിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേലി ആർമി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. മറ്റവരുടെ ഭാഗത്ത് നിന്ന് വല്ല ഫൈറ്റിങ് കാര്യമായിട്ടുണ്ടോ? അവർ ഭൂമിക്കടി പോകും, ഇടയ്ക്ക് എവിടുന്നേലും പൊങ്ങി വരും, 2 പിടി വെക്കും. അപ്പോൾ ഈ ഭൂമിക്കടി പോയി ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇസ്രായേലിൽ പണ്ട് ചെന്നത്. അവർ വന്നിട്ട് വിമാനത്തിൽ വന്ന് എവിടെയെങ്കിലും 2 ബോംബിടും. അത് ആൾക്കാർ കോമൺ പീപ്പിൾ മരിക്കാമല്ലോ. അത് നമുക്കൊന്നും പറ്റില്ല. നമ്മൾ കരയുദ്ധം പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഇവിടെ മാധ്യമം, പത്രവും മറ്റേ മീഡിയ വണ്ണും ഒക്കെ കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ വിവരം അറിയും, അങ്ങനെ പോകുന്നത് എലിക്കണിയിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും, പെട്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു മാത്രം, ഇസ്രായേൽ തകരുന്നു, തിരിച്ചടിക്കുന്നു ഹമാസ്, ഇപ്പോൾ ഹമാസ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിളിയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ കൂടെ ഹിസ്ബുള്ളയും ഹൂത്തിയും മീഡിയ വണ്ണൊക്കെയാണ് ഉള്ളത്. അതെ അതെ അതെ. അല്ല, ഇവരൊക്കെ നിലവിളിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരപരാധികളെയും കൊല്ലുന്നതിൽ ആഹ്ലാദിക്കുന്ന ദുഷ്ടന്മാർ, നീയൊക്കെ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് നമ്മുടെ താഴെ കമൻ്റ് ഇടുന്നുണ്ട്. നമ്മൾ അംഗീകരിക്കുന്നു, നമുക്ക് എല്ലാ കുട്ടികളുടെയും എല്ലാ മനുഷ്യൻ്റെയും മരണം വേദനാജനകമാണ്. പക്ഷേ ഒക്ടോബർ 7-ന് 1500ഓളം ഇസ്രയേലികളെ കൊന്നതും നിങ്ങൾ അംഗീകരിക്കണം. അവിടെയും കുഞ്ഞുങ്ങൾ മരിച്ചു, അവിടെയും സ്ത്രീകൾ മരിച്ചു, അവിടെയും നിരപരാധികളായ മനുഷ്യരാണ് മരിച്ചത്. അതിൽ സങ്കടമില്ലാതെ 250ഓളം ബന്ദികളെ പിടിച്ചു വെച്ചിട്ട് അവരെ വിട്ടുകൊടുക്കാതെ, അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാതെ, അടി കൊടുത്തിട്ട് ചൊറിഞ്ഞിട്ടും തിരിച്ച് മാന്ത് വാങ്ങിച്ചതിൻ്റെ പേരിൽ മാത്രം കരയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. എല്ലാ മരണവും എല്ലാ യുദ്ധവും തെറ്റാണ്. എല്ലാ യുദ്ധങ്ങളും ട്രാജിക്. അത് ട്രാജിക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളോട് സഹതാപം ഉണ്ടാവണം, പക്ഷേ ഏകപക്ഷീയമല്ല. ഈ പറയുന്ന നമ്മൾ ഈ ടോക്ക് നടത്തുന്നതിന് പേരിൽ നമ്മളെ വിമർശിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, നിങ്ങൾ ആദ്യമേ അന്ന് ഒക്ടോബർ 7 കാണിച്ചത് തെമ്മാടിത്തരമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെ മരിച്ചതും കുഞ്ഞുങ്ങളും സ്ത്രീകളും നിരപരാധികളുമാണെന്ന് സമ്മതിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റത്തവണ സമ്മതിച്ചാൽ മതി, ഒറ്റത്തവണ. എന്നിട്ട് 250ഓളം ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നതും മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയണം. അപ്പോൾ ജൂതൻ മനുഷ്യനല്ല, നിങ്ങളുടെ വിഭാഗക്കാർ മാത്രമാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇനി പറയും. അതുകൊണ്ട് ഇസ്രയേൽ തിരിച്ചടി ഹമാസിന് കൊടുത്താൽ അവർ ചെയ്ത് കൂട്ടിയ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് തന്നെ പറയും. അതിൽ ഒരുപക്ഷെ ഒരു തീവ്രവാദി സംഘടന നശിച്ചാൽ അത്രയും ലോകത്തിന് നല്ലത്, ലോക സമാധാനത്തിന് നല്ലത്. അതിൽ ചിലപ്പോൾ നമ്മൾ ചിരിച്ചെന്നും ഇരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.